ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നാളെ നബിദിനാട്ടാ. ഇന്നിപ്പോൾ ഞായറാഴ്ച രാത്രിയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടാ. അവിടെ അടിപൊളി നബിദിനാഘോഷമൊക്കെ ഉണ്ട്. പിന്നെ പള്ളികളൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലക്കിടിയിലുള്ള പള്ളിയാണ്. നമ്മളിപ്പോൾ പത്തിരിപ്പാലം മങ്കര വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഓരോ കാഴ്ചകളും ഭയങ്കര രസമാട്ടോ കാണാൻ. അതുകൊണ്ടാട്ടോ എനിക്ക് നൈറ്റ് ഡ്രൈവ് ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം രാത്രിയുള്ളൊരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ താത്തയും അളിയന്മാരും കുട്ടീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവർക്ക് ഫ്രൈഡ് ചിക്കൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് റോയൽ ഫ്രൈഡിൽ കയറിയതാട്ടാ. ഇത് പുതിയ ഷോപ്പാണ്. അപ്പം നമ്മൾ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ. അവിടെ ഖാനി ഭയങ്കര വട്ടം കറങ്ങലൊക്കെയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കറങ്ങാൻ. ഇതിപ്പോൾ ബാഗ് മേടിച്ചിട്ട് 1 കൊല്ലത്തോളമായിട്ടാണ്. ഇത് ഉപ്പ് എടുത്ത് വെച്ച് കാണുമ്പോൾ അതിങ്ങനെ എടുത്തിട്ട് വലിച്ചെറിയൊക്കെ. അപ്പോൾ അവൾക്ക് ഇപ്പോഴാട്ടോ അതിൻ്റെ ആവശ്യം വന്നത്. അപ്പോൾ അത് ഇപ്പോൾ കൊടുത്താണ്. പിന്നെ റംഷോ റോൾ ഓർഡർ ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് സാധനം കിട്ടാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ഹാന ഒരേ വാശി. അപ്പോൾ അവൾക്ക് ഓർഡർ ആക്കിയതാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് ഷെയർ ആക്കി കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ചുങ്ങമന്നം പള്ളി എത്തിയിട്ടോ. അവിടെയും അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് ചിക്കനും ബ്രെഡല്ല ബണ്ണാട്ടോ. ബണ്ണും കുബൂസൊക്കെ മേടിച്ചിട്ട് അപ്പം എല്ലാവരും കൂടി കഴിച്ചിട്ട് പിന്നെ അവരൊക്കെ പോയിട്ട് റംഷിയും പോയി. പിന്നെ പിറ്റേന്ന് നബിദിന ദിവസം രാവിലെ ആട്ടോ മൗലൂദ് പാരായണമൊക്കെ പള്ളിയിൽ നടക്കുന്നുണ്ട്. കോഴികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു കാഴ്ച. അപ്പം ഞാൻ വീഡിയോ എടുത്താട്ടാ. പിന്നെ കുട്ടീസൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഹാനി എണീറ്റു കേട്ടോ. ഷെയ്ഖുമ്പോൾ കണ്ടോ നല്ല ഉറക്കമാണ്. വീട് മാറിയതുകൊണ്ട് ആൾക്കാർക്ക് ഉറക്കം കുറച്ച് കുറവാട്ടോ. രാത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയും. ഹാനി പപ്പനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യട്ടാ. അപ്പം രാവിലത്തെ പരിപാടിയാട്ടാ. നമ്മുടെ വീട്ടിൽ നല്ല ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ വീണ് കിടക്കും കേട്ടോ. അതിനെന്താ പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കുട്ടീസ് അളിയനും കൂടി വന്നു കേട്ടോ. അവരെ പള്ളിയിലാക്കാൻ വേണ്ടിയിട്ട് അളിയൻ വന്നതാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കാണിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. വൈറ്റും ബ്ലാക്കും ആട്ടോ അവിടെ ഡ്രസ് കോഡ്. നബിദിനത്തിന് നല്ല രസമുണ്ട്. പിന്നെ അളിയൻ മാറ്റി നിർത്തിയ കുട്ടികളെ റാലിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാട്ടോ. പിന്നെ ഇതിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവനെ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ ആക്കിട്ടോ.
അപ്പം അതാ നമ്മുടെ അവിടുത്തെ റാലി പോയിട്ടോ, അല്ലെങ്കിൽ കുട്ടീസിനെ കൊണ്ടുപോയില്ല, കാരണം ഹാനിയൊന്നും ഒതുങ്ങി നിൽക്കില്ല കേട്ടോ. അപ്പം നമ്മൾ നടന്നിട്ട് വേറെ വഴി കൂടെ പോവാട്ടാ. ഹാനിയെ ബാഗൊക്കെ തൂക്കിയിട്ട് രണ്ടാൾക്കും മിഠായിയൊന്നും അധികം കിട്ടിയില്ല കേട്ടോ. ആൾ ബാഗ് തൂക്കിയിട്ട് പിന്നെ ഷെയ്യാക്ക് ചെറിയ ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാട്ടിയിട്ട് പിന്നെ താത്താൻ്റെ അവിടേക്ക് പോയിട്ടാ. അവിടെ നല്ല ആഘോഷം ഉണ്ട് കേട്ടോ. അതാ കൊടിയും ബലൂണും ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹനക്ക് കൊടിയൊക്കെ കിട്ടിയിട്ട് ബലൂണും കൊടിയൊക്കെ കിട്ടിയിട്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. 2-3 ബലൂൺ ഇഷ്ടത്തിന് ബലൂണൊക്കെ കിട്ടി. പിന്നെ അവിടുത്തെ റാലി പോയി നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ കുട്ടീസൊക്കെ തിരുവനന്തപുരത്തിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അവരും വന്നു. അങ്ങനെ പിന്നെ രാത്രി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടാണ്. പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമുക്ക് പള്ളിയിൽ നിന്ന് ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വൈകുന്നേരം തിരുവനന്തപുരത്തിൽ കുട്ടീസിൻ്റെ പാട്ടൊക്കെ ഉണ്ടാവാണ്ട് നമ്മൾ പോകട്ടാ. നമ്മൾ പോകുമ്പോഴേക്ക് തക്കടൂൻ്റെയും റയാൻ്റെയും പാട്ട് കഴിഞ്ഞു. പിന്നെ അഫ്ലൂൻ്റെ ആൾട്ടാ ഉള്ളത്. ഭക്ഷണത്തിന് ഇനിയും സൗകര്യം മുഹമ്മദ് ആമിർ പുണ്യകുമാരി തൗഹീദാകും പൂവ് വിരിഞ്ഞു ലോകമതാകെ മണത്തല്ലോ ലോകമതാകെ മണത്തല്ലോ ഋഷിക്കാരുടെ അഗ്നിക്കുണ്ടുകൾ അന്ന് പൊലിഞ്ഞു തകർന്നല്ലോ അന്ന് പൊലിഞ്ഞു തകർന്നല്ലോ
അമിനബിയുടെ പൂമകൻ തന്നുടെ ജന്മദിനത്തിന് സ്വാഗതം നബി ജന്മദിനത്തിന് സ്വാഗതം കരുണ്യക്കടൽ മോസമറിയും സന്മാർഗ ഇപ്പോൾ ഇതാ അഫ്ലൊക്കെ ഉറക്കം വന്ന് 4 ചെയറൊക്കെ വെച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അധികം നേരം ഇരുന്നില്ല, കാരണം മൗലൂദ് പാരായണം എത്തിയിട്ടുള്ള കുട്ടീസൊക്കെ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ടാ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.